ചീമക്കുട്ടിയുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ നേരെ നെട്ടയത്ത് വന്നു. കടല പായസം ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, പോത്ത് റോസ്റ്റ് ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കുറച്ചേറെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും ചീമ വന്നിട്ടുണ്ടായിരുന്നില്ല. ചീമ അമ്പലത്തിലൊക്കെ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേ കേക്ക് വള്ളിയിൽ നിന്ന് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കേക്ക് വള്ളിയിൽ നിന്ന് കേക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഞാനാണോ കേക്ക് വള്ളിയിൽ വീണ്ടും കേക്ക് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ സ്ഥിരമായാണ് കേക്ക് വള്ളിയിൽ നിന്ന് കേക്ക് വാങ്ങാറുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കേക്കിന് എന്തോ ഒരു അബദ്ധം പറ്റി. ആ ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർ ക്ഷമ ചോദിച്ചു. ഞങ്ങൾക്ക് വേറൊരു കേക്ക് കൊണ്ട് തരാം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കേക്ക് വേറെ കൊണ്ട് തന്നതല്ല കേട്ടോ. എന്താണ് ആ തെറ്റെന്നുള്ളത് വിളിച്ച് ചോദിച്ച് എന്ത് പറ്റി ആ കേക്കിനെന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് അതിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ കേക്ക് വേൾഡ് വിളിച്ച് ചോദിച്ചത് ഒരു കസ്റ്റമറിനോട് അവർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും അവരുടെ സിഗ്നേച്ചർ കേക്കായിട്ടുള്ള ഫിൽജാരോ കേക്കാണ് കൊണ്ട് തന്നിട്ടുള്ളത്. അങ്ങനെ കേക്കെല്ലാം വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. ഓപ്പൺ ചെയ്ത് ആദ്യം നോക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചീമയും സച്ചിനും കൂടി അമ്പലത്തിൽ പോയിട്ടെല്ലാം വന്നു. ചീമയോടും സച്ചിനോടും ചോദിച്ചു ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നോ ഭക്ഷണം കഴിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. വേദയ്ക്ക് കപ്പയും ചോറും ഒന്നും വേണ്ടാത്തത് കൊണ്ട് പഴംപൊരിയും ബീഫും ഇഷ്ടമായതുകൊണ്ടും ചീമയോട് വിളിച്ച് പറഞ്ഞു വരുമ്പോൾ പഴംപൊരിയും ബീഫും കൊണ്ടുവരണേന്ന് പറഞ്ഞു. അങ്ങനെ ചീമ ബീഫ് ഇവിടെ ഉണ്ടായിരുന്നു, പഴംപൊരി കൊണ്ടുവരണേന്ന് പറഞ്ഞു. അങ്ങനെ ചീമ വന്നപ്പോൾ പഴംപൊരിയും വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ പഴംപൊരിയും ബീഫും കഴിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ഇരുന്നിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്തേക്കാമെന്ന് കരുതി അങ്ങനെ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. കേക്ക് അടിപൊളി കേക്കായിരുന്നു. ഫിൽജാരോ കേക്ക് വേൾഡിൻ്റെ ഒരു സിഗ്നേച്ചർ സ്പെഷ്യൽ കേക്കാട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള അകത്ത് നട്ട്സോ എന്തൊക്കെയോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു റെഡ് ഫോറസ്റ്റ് കേക്കായിരുന്നു എന്ന് തോന്നുന്നു. റെഡ് ഫോറസ്റ്റ് ആയിരുന്നു അകത്ത്, സ്പഞ്ച് അതായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അടിപൊളി കേക്കായിരുന്നു. പുറത്തെ ചേച്ചി മുറ്റം അടിച്ചു വരുന്ന ശബ്ദമാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കുക കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കേക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അവസാനം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴേക്കും അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അന്ന് ആ കേക്ക് വാങ്ങിയതിന് പകരം ഇത് വല്ലതും വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നെഗറ്റീവ് അതിനെപ്പറ്റി പറയത്തില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ഫോക്കസ് അവരിലിരിക്കുകയാണ്. എന്തായാലും കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയോടും അവസാനം ഒന്ന് അഭിപ്രായം ചോദിച്ചേക്കാമെന്ന് കരുതി. അമ്മയോട് മാത്രം അഭിപ്രായം ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ അമ്മ ഓവറായിട്ട് റിയാക്ഷൻ ഇട്ട് ചളമാക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും മര്യാദയ്ക്ക് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ല കുറച്ച് അഭിനയിച്ച് പറയാമെന്ന് പറഞ്ഞാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. പക്ഷേ അഭിനയമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. നല്ല കേക്കായിരുന്നു. കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞത് അമ്മ ഒരു തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ മെഷീൻ വീഡിയോയിൽ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ്. അമ്മ ആ തയ്യൽ മെഷീൻ വെച്ചൊരു പില്ലോ ഒക്കെ സ്റ്റിച്ച് ചെയ്തു. അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് അമ്മ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സ്ഥിരം ചടങ്ങെന്ന് പറയുന്നത് ജീമയുടെ കൊച്ചിനൊരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബേബി ബോയ് ആയിക്കോട്ടെ ബേബി ഗേൾ ആയിക്കോട്ടെ, നല്ലൊരു നാടൻ ആൾക്കാർക്കെല്ലാം വിളിക്കാൻ പറ്റുന്ന വേദ പോലത്തെ സുന്ദരമായ ഒരു പേരാണ് അവർ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലുള്ള നല്ല പേരുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.